നമസ്കാരം. സല്ലൂസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കും സ്വീറ്റ് കോണും വെച്ചുള്ള ഒരു കറിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് വീട്ടിലുണ്ടാക്കിയ തന്തൂരി റൊട്ടി കറി അടിപൊളി. ഉണ്ടാക്കിയോളൂ. വേണ്ട സാധനങ്ങൾ: പാലക്ക് നല്ലോണം കഴുകി എടുത്തു വെച്ചേക്കുന്നത്, കോണ്, ചോളം, ഇത് ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളിയുടെ പകുതി, 6 കഷ്ണം കാഷ്നട്ട്, 4 കഷ്ണം വെളുത്തുള്ളി. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് പാലക്ക് ഇടാം. ഇത് 5 മിനിറ്റ് വെച്ചേക്കണം. തീ ഓഫ് ചെയ്ത് 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ കാണിച്ച എല്ലാം ഇത് നമുക്ക് അരച്ചെടുക്കാനാണ്. ഒരുവിധം വഴറ്റിയെടുക്കണം നല്ലോണം. ഇത് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്കിത് അരയ്ക്കണം. ഇത് നമുക്ക് ഇനി അരിച്ചെടുക്കാം. ഉള്ളി വഴറ്റി എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. പാലക്ക് അരച്ചെടുത്തത്, ഇത് നേരത്തെ കാണിച്ച സവാള എല്ലാം കൂടി വഴറ്റിയത്, അത് അരച്ചെടുത്തത്. ഇത് മുമ്പ് കാണിച്ച സ്വീറ്റ് കോൺ. പാത്രം ചൂടായി, കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി ഇതിൽ നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്ക, ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇതിനധികം വേവില്ല, എന്നാലും കുറച്ചൊന്ന് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി അടച്ചു വെക്കാം. തുറന്നു നോക്കാം നമുക്ക്. ഇതായിട്ടുണ്ട്. ഇങ്ങനെ നേരത്തെ അരച്ചു വെച്ച സവാള എല്ലാം ഇതിലിടാം. ഇനി ഇതിലേക്ക് പാലക്ക് അരച്ചു വെച്ചതിടാം. ഇത് നല്ലോണം വഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് വെള്ളം ഒഴിക്കാം. ചാറ് നമുക്ക് എത്ര വേണം, ഇത് ഇരിക്കുന്തോറും കുറുകും. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ചു നേരം അടച്ചു വെക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം. കുറച്ച് ക്രീം. ഇത് ഫ്രഷ് ക്രീമാണ്. ഈ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തി, പൊറോട്ട, തന്തൂരി റൊട്ടി അതിനെല്ലാം ചേർന്ന് പോകുന്ന കറിയാണ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.